നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അവധിക്കാലമാണ്, കുട്ടികളൊക്കെ തന്നെ വീട്ടിലുണ്ട് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അറിയാം. ഇനി സ്കൂളൊക്കെ തുറക്കാനായിട്ട് ഒരു മാസം കൂടിയാണ് ശേഷിക്കുന്നത്. അതിനിടയിൽ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്, വീട്ടിലുള്ള മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമാണ്. ഒരുപാട് സംഭവങ്ങളാണ് ഇപ്പോൾ ഓരോ വെക്കേഷൻ കാലത്തും. സത്യം പറഞ്ഞാൽ നെഞ്ചിൽ തീ തന്നെയാണ് മാതാപിതാക്കൾക്ക്. ഒരുപക്ഷെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ തന്നെ എങ്ങനെ വീട്ടിൽ മക്കളെ സുരക്ഷിതമായി ഇരുത്തിയിട്ട് പോകാമെന്നുള്ള ചിന്തയൊക്കെ തന്നെ ഉണ്ടാകും. ഇപ്പോഴിതാ വളരെ അതിദാരുണമായിട്ടുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. വെക്കേഷൻ സമയം ആയതിനാൽ തന്നെ കുസൃതിയും കുറുമ്പൊക്കെ ആയിട്ട് കുട്ടികൾ കളിക്കുന്നതിനിടയിൽ ഇരട്ട കുട്ടികളിൽ ഒരാൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. അതും ഉമ്മ ചക്ക മുറിക്കുന്നതിനിടയിൽ ഓടിക്കളിച്ച് നടക്കവെയാണ് കുട്ടി ഈ കത്തിയിലോട്ട് വീണ് കുട്ടിക്ക് ആഴത്തിലുള്ള മുറിവ് ഉണ്ടായി. അതിനുശേഷമായിരുന്നു ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. കത്തിക്ക് മുകളിലൂടെ വീണാണ് അപകടം നടന്നിരിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മരണമാണ്. അത് ഉമ്മയുടെ കൺമുൻപിൽ വെച്ച് തന്നെയാണ് ആ കുഞ്ഞിനെ മരണം സംഭവിച്ചിരിക്കുന്നത്. 8 വയസ്സുകാരനാണ് കാൽ തന്നെ അബദ്ധത്തിൽ വീണ് അവിടേക്ക് കത്തിയുടെ മുകളിലേക്ക് വീണത്. കാസർഗോഡ് വിദ്യാനഗറിലാണ് ഇത് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നിരിക്കുന്നത്. കുട്ടിയുടെ നെഞ്ചിൻ്റെ ഇടതുഭാഗത്ത് വലിയ ആഴത്തിലുള്ള മുറിവാണ് ഏറ്റിരിക്കുന്നത്. അതുതന്നെയാണ് മരണത്തിന് കാരണം. അപകടത്തിൽ ഇരട്ട കുട്ടികളിൽ ഒരാളാണ് ദാരുണമായി മരിച്ചിരിക്കുന്നത്. മരണത്തിൽ മറ്റ് ദുരൂഹതകളില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കത്തിക്ക് മുകളിലേക്ക് തെന്നി വീണാണ് 8 വയസ്സുകാരൻ മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഉമ്മയും അതുപോലെ തന്നെ അടുത്തുള്ള വീട്ടിലുള്ള മറ്റ് 2 പേരും കൂടെ ചേർന്നിരുന്നിട്ട് ചക്ക മുറിക്കുകയായിരുന്നു. ഈ സമയത്തൊക്കെ തന്നെ കുട്ടികൾ ആ പരിസരത്തൊക്കെ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും കുട്ടികൾ അടുക്കളയിലൊക്കെ കയറുമ്പോൾ തന്നെ അവർക്ക് തീ പൊള്ളലേൽക്കാതിരിക്കുക, അവർ തീയിൽ വല്ല കളിക്കുകയാണെങ്കിൽ തന്നെ വളരെ വേഗത്തിൽ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കിച്ച് പിൻവലിച്ച് അവരെ അവിടെ നിന്ന് മാറ്റാറുണ്ട്. മാത്രമല്ല കത്തിയൊക്കെ എടുത്ത് കുട്ടികൾ കളിക്കുന്ന സംഭവമൊക്കെ നമ്മൾ പെട്ടെന്ന് കാണുകയാണെങ്കിൽ തന്നെ വളരെ വേഗത്തിൽ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങും. അവർക്കതിനെക്കുറിച്ചിട്ട് അറിയില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു മുറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമായിരിക്കും അവർക്കത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തൻ്റെ കൈ മുറിയും എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്കുണ്ടാകുന്നത്. അതുകൊണ്ട് പലപ്പോഴും കുട്ടികൾ കളിക്കുന്ന സമയത്തൊക്കെ തന്നെ അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയത്തൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അപകടം പിടിച്ച സാധനങ്ങളൊക്കെ തന്നെ കളിപ്പാട്ടങ്ങളിലായാലും തന്നെ വളരെ എന്തെങ്കിലും കുട്ടികളുടെ വായിലേക്ക് ചെല്ലാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ കുട്ടികളുടെ കൈ മുറിയാൻ ദേഹം മുറിയാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് അവിടെ നിന്ന് നമ്മളൊക്കെ മാറ്റാറുണ്ട്. ഇതും വളരെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഉമ്മ ഇരുന്നവിടെ ചക്ക മുറിക്കുകയായിരുന്നു. ഈ സമയത്താണ് കുട്ടികൾ ആ പരിസരത്ത് ഉമ്മയുടെ ചുറ്റിലും തന്നെ അവിടെ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അവർ ശ്രദ്ധിച്ചു കാണില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഴ്ചയും അതുപോലെ തന്നെ ഈ കത്തിയുടെ മുകളിലേക്ക് വീഴുമെന്ന് ആരും തന്നെ വിചാരിച്ചു കാണില്ല. പെട്ടെന്നായിരുന്നു ഇരട്ട കുട്ടികളിൽ ഒരാൾ, 8 വയസ്സാണ് പ്രായം, കത്തിയുടെ മുകളിലേക്ക് വീണത്. ഉടൻ തന്നെ കുട്ടിയുടെ ഹൃദയത്തിൻ്റെ ഭാഗത്തായിട്ട് ഇടതുവശത്തായിട്ട് ആഴത്തിലുള്ള മുറിവാണ് അവിടെ ആ വീണ ഒരു ശക്തിയിൽ സംഭവിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. പക്ഷേ കുട്ടി മരിച്ചു. ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നാണ് പറയാൻ ഡോക്ടർമാരടക്കം പറഞ്ഞിട്ടുള്ളത്. പാടി ബെള്ളൂറുടുക്ക സ്വദേശി സുലേഖയുടെ മകൻ ഹുസൈൻ ഷഹബാസാണ് അതിദാരുണമായി മരിച്ചിരിക്കുന്നത്. അതും പ്രത്യേകിച്ച് ഈ കൊടുവാള്, പലതരത്തിലുള്ള കത്തിയും അല്ലെങ്കിൽ ഇതുപോലത്തുള്ള കൊടുവാളാണ് ഈ ചക്കയൊക്കെ മുറിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പലപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ്. ഇത് പക്ഷേ ഈ പലകയിൽ വെച്ച് ഘടിപ്പിച്ചു വെച്ചിട്ടുള്ള കൊടുവാളാണ്, അല്ലെങ്കിൽ അതിന്മേൽ ഘടിപ്പിച്ചു വെച്ചിട്ടായിരുന്നു ഈ ചക്ക മുറിക്കുന്നുണ്ടായിരുന്നത്. ഒരു പക്ഷേ അതിൻ്റെ ഈ ഒരു ഏറ്റവും മൂർച്ചേറിയ ഭാഗം മുകളിലോട്ടായിട്ട് തന്നെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. അല്ലാതെ നമ്മൾ കത്തിയിൽ പിടിച്ച് കൊടുവാൾ ഉപയോഗിച്ച് മുറിക്കുന്ന സമയത്ത് അത് താഴ്ഭാഗത്തോട്ടായിരിക്കും, ആ സാധനം അവിടെയാണ്, ചക്ക താഴെയാണ് ഇരിക്കുന്നതെങ്കിൽ അത് താഴ്ഭാഗത്തോട്ടായിരിക്കും അതിൻ്റെ ഏറ്റവും മൂർച്ചയുള്ള ഭാഗം നിൽക്കുന്നുണ്ടാവുക. പക്ഷേ ഇത് ആ ഉമ്മ പലകയിൽ വെച്ചായിരുന്നു മുറിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മൂർച്ചയേറിയ ഭാഗം, അതിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഈ മുനഭാഗം മുകളിലേട്ടായിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. അവിടേക്കാണ് വളരെ 8 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി ഓടിക്കളിക്കുന്നതിനിടയിൽ വീണത്. അതും കുട്ടി ശക്തിയായിട്ടാണ് വീണത്. ഉടൻ തന്നെയാണ് കുട്ടിയുടെ നെഞ്ചിൽ ആ മുറിവ് വളരെ ആഴത്തിൽ തന്നെ പതിച്ചതും കുട്ടി മരണത്തിലേക്ക് ഇതൊരു കാരണമായതും. ഏതായാലും ഉടൻ തന്നെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ മരണത്തിൽ മറ്റ് ദുരൂഹതകളൊന്നുമില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഇരട്ട കുട്ടികൾ ഒരാളാണ് ഇപ്പോൾ, 8 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും തന്നെ വളരെ നടുക്കത്തിലാണ്. കൺമുൻപിൽ ഓടിക്കളിച്ചിരുന്ന കുട്ടിയായിരുന്നു സ്വന്തം ഉമ്മയുടെ മുൻപിൽ വെച്ച് തന്നെ ഇത്തരത്തിൽ മരണമടയുന്നത്. ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും സൂക്ഷിക്കുക. നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ കണ്ണൊന്ന് തെറ്റിയാൽ എന്തെങ്കിലും
എന്തെങ്കിലും കുസൃതികൾ കാണിക്കാനും അല്ലെങ്കിൽ എവിടെയെങ്കിലും ജനലിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ മുകളിലൊക്കെ വലിഞ്ഞു കയറാൻ തുടങ്ങിയിട്ടുള്ള കുസൃതികളൊക്കെ തന്നെ കുട്ടികൾ കാണിക്കുമെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ചിലതൊക്കെ നമ്മൾ വളരെ രസകരമായിട്ടുള്ള തരത്തിൽ കുട്ടികൾ ചെയ്യുന്ന കുസൃതിയുടെ വീഡിയോ ഒക്കെ തന്നെ നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ എന്നിരുന്നാലും വളരെ അപകടം നിറഞ്ഞ പല രീതിയിലുള്ള ഇത്തരത്തിലുള്ള കളികളിൽ കുട്ടികൾ ഏർപ്പെടുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിച്ച് തന്നെയാണ് മതിയാവുകയുള്ളൂ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അപകടങ്ങളായിരിക്കും ഒരു പക്ഷേ സംഭവിക്കുക. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അതേസമയം തന്നെയാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് മലപ്പുറത്തു നിന്ന് വന്ന മറ്റൊരു വാർത്ത കൂടി നമ്മളെ ഏറെ നടുക്കിയിട്ടുണ്ടായിരുന്നു. തെരുവനായുടെ കടിയേറ്റതിനെ തുടർന്ന് പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചിട്ടും ഒരു 5.5 വയസ്സുകാരി പേവിഷബാധയേറ്റു മരിച്ചു എന്നുള്ള വാർത്തയായിരുന്നു അത്. മലപ്പുറത്ത് പെരുവള്ളൂർ കാക്കത്തടം സ്വദേശി സൽമാനുൽ ഹാരിസിന്റെ മകൾ സിയ ഫാരിസ് ആയിരുന്നു മരിച്ചത്. കഴിഞ്ഞ 2 ദിവസം മുമ്പായിരുന്നു ഈ ഒരു വാർത്ത വന്നത്. പുലർച്ചെ 2 മണിയോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു കുട്ടിയുടെ മരണം സംഭവിക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ വെക്കേഷനാണ്, കുട്ടികൾ പുറത്തുപോയി കളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നെ ഓടി നടക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ശ്രദ്ധ അവർക്ക് നൽകുക തന്നെ വേണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ അപകടം സംഭവിക്കും. ഈ കുഞ്ഞിന് സംഭവിച്ചതും പേവിഷബാധ ഏറ്റു, അതിനുശേഷം പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചു, പക്ഷെ ജീവൻ രക്ഷിക്കാനായില്ല. മാർച്ച് 29-നാണ് മിഠായി വാങ്ങാൻ പോയ കുട്ടിയെ തെരുവനായ കടിച്ചത്. കാലിനും തലയ്ക്കും ആഴത്തിൽ മുറിവേറ്റിരുന്നു. തലക്കേറ്റ മുറിവ് ഗുരുതരമായിരുന്നു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് 3 ഡോസ് വാക്സിൻ സ്വീകരിച്ചു. തലക്കേറ്റ മുറിവ് തുന്നിച്ചേർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് പേവിഷബാധ ഉണ്ടാവുകയായിരുന്നു. മാർച്ച് 29-നാണ് കുട്ടിക്ക് കടിയേറ്റത്. തലയ്ക്കും കാലിന് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് അന്നേ ദിവസം തന്നെ ആ ഒരു മേഖലയിൽ 7 പേർക്കാണ് ഇത്തരത്തിൽ തെരുവനായയുടെ കടിയേറ്റത്. പിന്നീടാണ് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സിച്ചത്. IDRB വാക്സിനും കുട്ടിക്ക് നൽകിയിരുന്നു. പക്ഷേ പിന്നീട് അവസ്ഥ ഗുരുതരമായിട്ട് കുട്ടി മരിക്കുകയായിരുന്നു. ഏതായാലും തലയ്ക്ക് ആഴത്തിൽ മുറിവേറ്റിട്ട് തുന്നിക്കെട്ടുകയല്ലാതെ ആദ്യഘട്ടത്തിൽ ആശുപത്രി അധികൃതർ കൃത്യമായ ചികിത്സ നൽകിയില്ലെന്നാണ് കുടുംബം പറയുന്നത്. ഏതായാലും അതും വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തയായിരുന്നു. അതും ഈ ഒരു വെക്കേഷൻ സമയമാണ്, കുട്ടികൾ പുറത്തു പോയിട്ടുണ്ടാവുക. അതിനിടയിലാണ് പലയിടത്തും തെരുവനായ ശല്യം അതിരൂക്ഷമാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. മാത്രമല്ല ഈ സമയത്താണ് കുട്ടികൾ നീന്തൽ കുളത്തിലൊക്കെ തന്നെ കുളിക്കാൻ, ഒരുപക്ഷെ വീട്ടുകാർ കാണാതെ കൂട്ടുകാരോടൊപ്പം തന്നെ കുളത്തിലോ പുഴയിലൊക്കെ തന്നെ കുളിക്കാൻ പോവുകയും മീൻ പിടിക്കാൻ പോകുമ്പോഴൊക്കെ തന്നെ അപകടങ്ങൾ സംഭവിക്കുന്ന വാർത്തകൾ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ എല്ലാവരും പറയും വെക്കേഷൻ സമയമാണ്, കുട്ടികളെ കൂടുതൽ സൂക്ഷിക്കണം എന്നുള്ളത്. സ്കൂളുള്ള സമയമാണെങ്കിൽ രാവിലെ അവർ സ്കൂളിൽ പോകുന്നു, പിന്നീട് വൈകുന്നേരം വരെ അവർ സ്കൂൾ ആ ടീച്ചറുടെ ഒരു സുരക്ഷിതത്വത്തിൽ തന്നെയായിരിക്കും എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട്. പക്ഷേ വെക്കേഷൻ സമയം ആയതിനാൽ തന്നെ കുട്ടികളെ മുഴുവൻ സമയം മുറിയിൽ അടച്ചിടാൻ പറ്റില്ല. അവർക്കും അവരുടേതായിട്ടുള്ള മാനസിക ഉല്ലാസങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട്. പക്ഷെ എന്നിരുന്നാലും വളരെ അപകടം നിറഞ്ഞ ഏതെങ്കിലും തരത്തിലേക്ക് കുട്ടികൾ പോവുകയാണെങ്കിൽ അവരെ പറഞ്ഞ് പിന്തിരിപ്പിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തന്നെ അവരെ ശാസിക്കേണ്ടതാണ്. ഇനി അത്തരത്തിൽ അത് ചെയ്യാതിരിക്കാൻ അവരെ ശാസിക്കേണ്ടതും മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. എല്ലാവരും സൂക്ഷിക്കുക. എല്ലാവരുടെ വീട്ടിലും കുട്ടികൾ ഉള്ളതാണ്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ വിളിച്ചു വരുത്താതിരിക്കാൻ നമ്മളും വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്.